ഹലോ ഹായ് നമസ്കാരം. ഒരു വീഡിയോ കണ്ടു, അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു എന്നെ മാത്രമല്ല ശ്രുതിയും വളരെ എഫക്റ്റ് ചെയ്തു. ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരുപാട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. മാത്രമല്ല അങ്ങനെ പറയാനുള്ള പ്രൊഫഷണൽസ് അല്ല ഞങ്ങൾ. പക്ഷേ ഈ ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ഒരുപാട് പേരോട് ചെയ്യുന്ന ദ്രോഹമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയമുണ്ട്. ഇത് പല ആളുകളെയും ചിലപ്പോൾ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇത് പറയുമ്പം സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ പാസ് ചെയ്ത് പോയിട്ടും അതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുള്ള ഒരമ്മയായതിനു ശേഷം അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൽ ഡിപ്രഷൻ്റെ സിംറ്റംസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണത്. ആ അവസ്ഥയിലൂടെ കടന്നുപോയി അതിൽ നിന്ന് റിക്കവർ ആയിട്ടുള്ള ആളുകളുണ്ട്, റിക്കവർ ആകാൻ പറ്റാതെ പോയിട്ടുള്ള ആളുകളുണ്ട്. അതിലേതെങ്കിലും ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അത്തരം കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കുമ്പോൾ അത് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിൽ പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം അത്രയും ട്രിഗറിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊരു കോമഡിക്കാണല്ലോ ചെയ്തത് എന്നാലോചിക്കുമ്പോൾ, ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണല്ലോ ചെയ്തത്. സാധാരണ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്ത് ഞങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾ നശിപ്പിക്കില്ലേ എന്ന് അവർ പറയേണ്ടതാണ്. പക്ഷേ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ, അതിനെ തമാശയായി കുറച്ച് ആളുകൾ വീണ്ടും സ്വീകരിക്കുന്നു എന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കടന്നു പോയപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തമാശയായിട്ട് കാണരുത് എന്ന് പറയുന്ന ഒരു കമൻറ്റും കാണുന്നുണ്ടായില്ല, മുഴുവൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ക്രിയേറ്ററിൻ്റെ മറ്റ് വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള കമൻസിനെ വെച്ച് വളരെ കുറച്ച് കമൻസ് മാത്രമേ ഉള്ളൂ. അവരത് ക്ലിയർ ചെയ്യുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോയ്ക്ക് അവരൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഒരു പ്രാവശ്യം കാണും. പക്ഷേ അതിലെന്താ കണ്ടന്റ് എന്നുള്ളത് ഞാൻ വിശദമായിട്ടൊന്ന് പറയും. ഒരു കാര്യം കൂടി, ഒരൊറ്റ കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സ്ത്രീ കഥാപാത്രം, ആ ആക്ട് ചെയ്തിരിക്കുന്ന ആൾ, അവരൊരു അമ്മയാണ്. അവരെ ഈ വിഷയം എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഐ ഓപ്പണർ എന്നുള്ള രീതിയിലാണ്. അതായത് ഇങ്ങനെയല്ല ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ദിസ് ഈസ് നോട്ട് കോമഡി പരിപാടി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാരണവശാലും ആ പെൺകുട്ടിയെയോ ഈ കണ്ടൻറ് ക്രിയേറ്ററെയോ ആക്രമിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഒരു കാരണവശാലും അത്തരം കമൻറ്റുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പോകരുത്. അത് അവരെ ഒരുപാട് വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊരു ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ഈവൻ അവർക്കും ഒന്നറിയാൻ വേണ്ടി, ലെറ്റ് ദം നോ ദിസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. പ്ലീസ് ഇതൊരു അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള തുടക്കമൊന്നും ആക്കി മാറ്റരുത്. പറ്റാവുന്നതിൽ ഏറ്റവും മൃദുവായി, ഏറ്റവും സമാധാനമായിട്ട് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം വീഡിയോ കാണാം. ഇതാണ് കോണ്ടൻറ്റ്. ഇതിൽ നമ്മൾ കാണുന്നത് ഷാരിഖ് എന്ന് പറയുന്ന കണ്ടൻറ് ക്രിയേറ്ററാണ്. അദ്ദേഹം പിന്നെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ്, ഒരു കുഞ്ഞുണ്ടായി. അപ്പോൾ കുഞ്ഞും ഭാര്യയും മലപ്പുറത്താണുള്ളത്. അപ്പോൾ മലപ്പുറത്ത് വന്നത് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കൂടെ വീട്ടിലും കയറുന്നു എന്നുള്ളൊരു ആംഗിളിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനൊരു പരിപാടിക്ക് വന്നപ്പോൾ കയറിയതാണ്, അല്ലാതെ നിന്നെയും കൊച്ചിനെയും കാണാൻ വന്നതല്ല എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തോ റിലേറ്റീവോ ആരോ ഭാര്യയോട് പറയുന്നു. അപ്പോൾ അതങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് ഭാര്യ. നിങ്ങൾ എന്നെയും കുഞ്ഞിനെയും കാണാനല്ലേ വന്നത്? അങ്ങനെയല്ലെന്നാണല്ലോ ഇവൻ പറയുന്നത്. ഭർത്താവ് പറയുന്നു, ഞാൻ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ നിന്നെയും കുഞ്ഞിനെ എനിക്ക് കാണാൻ തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പോൾ കൂട്ടുകാരൻ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്ന, ഏട്ടാ നമ്മൾ വന്നത് ആ ഗ്രൂപ്പിൻ്റെ പരിപാടിക്കല്ലേ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാണ് അയാൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെ അവിടെ ഒരു ഹ്യൂമറാക്കി കാണിച്ചു. എന്തായാലും ഇദ്ദേഹം ഭാര്യയും കുഞ്ഞിനെയും കാണാനാണ് വന്നതെന്ന് അറിയുമ്പോൾ ഭാര്യ വളരെ ഹാപ്പി ആവുന്നു. അവർ തിരിഞ്ഞ് നടക്കുന്നു. അപ്പോഴാണ് അവരുടെ കൈയുടെ പുറകിൽ അവരൊരു കത്തി പിടിച്ചിരിക്കുന്നത് കാണുന്നത്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞത് നന്നായി, അല്ലായിരുന്നെങ്കിൽ എന്ത് അവസ്ഥയാവും എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയെ, അതിനെ അവതരിപ്പിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിൽ അവതരിപ്പിച്ചു എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ആ വാക്കിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, പീരീഡ്സ് ഉണ്ടാവുക എന്ന് പറയുന്ന ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഇതിനെ പെൺകുട്ടികളടക്കമുള്ള ആളുകൾ തമാശയായി അവതരിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനും മറ്റൊരാളുടെ മെക്കിട്ട് കയറാനും അയാളെ ക്രൂശിക്കാനും വേണ്ടിയുള്ള ഒരു ടെക്നിക്കായിട്ട് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് മൂഡ് സ്വിങ്സ് എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ശരിക്കുള്ള മൂഡ് സ്വിങ്സ് എന്താണ് എന്ന് ഈവൻ പെൺകുട്ടികൾക്കും അറിയില്ല, പെൺകുട്ടികളെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ
സിറ്റുവേഷനിൽ അവരുടെ കൂടെ ഇരിക്കുന്ന ആൺകുട്ടികൾക്കും അറിയില്ല. അതെന്തോ ഒരു കോമഡി കാര്യമാണ്, ഈ പെൺപിള്ളേർ ആവശ്യമില്ലാതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. പണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു, എടാ ഈ ഡിപ്രഷനൊന്നും ഇല്ല, അതൊക്കെ നിൻ്റെ മനസ്സിൻ്റെ തോന്നല, നീ നിൻ്റെ ദുഃഖമൊക്കെ എന്നോട് പറ, ഞാൻ സോൾവ് ചെയ്ത് തരാം, ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് ഡിപ്രഷൻ ഒഴിവാക്കിയിരുന്ന കുറേ വിവരം കെട്ടവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാരണം ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഈ മൂഡ് സ്വിങ്സ് പോലെ പോസ്റ്റ്മോർട്ടത്തിനെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ തുടക്കമാണിത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ കാണുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ നിങ്ങൾ ഒരിക്കലും ഒരു തമാശയായിട്ട് കാണരുത്, കാണിച്ച് തുടങ്ങരുത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള പെൺകുട്ടി അവർ ഇത്തരം ഒരു അവസ്ഥയിലൂടെ ഒരു കാരണവശാലും കടന്നു പോകാൻ ഇടവരാതിരിക്കട്ടെ. അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫേസിലായിരിക്കും അവർ ഇതിനെ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുന്ന, അതായത് ഗർഭിണിയാണ് എന്ന് അറിയുന്ന നിമിഷം മുതൽ ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന പലതരം മാനസികാവസ്ഥകളുണ്ട്. ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഉപദേശങ്ങളുമായിട്ട് വരും. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നത് നന്നായിട്ടാണോ എന്ന് പറയുന്ന സെൽഫ് ഡൗട്ടുകളുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടെ അവരെ ക്ലാസിക് ഡിപ്രഷൻ്റെ സിംറ്റംസും അതിനോടൊപ്പം ആങ്സൈറ്റിയും അവരുടെ സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, ആം ഐ നോട്ട് ഇനഫ് എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് കൊണ്ടുവരുന്ന, ചുറ്റുമുള്ള എന്തിനേയും സംശയത്തോടുകൂടി നോക്കുന്ന, അങ്ങനെ പല രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നല്ല. ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നത് വെച്ച് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് വേരീസ്. ഓരോ ആളുകൾക്കും ഇത് പല രീതിയിലാണ് അഫക്റ്റ് ചെയ്യുക, പല സ്കെയിലാണ് അഫക്റ്റ് ചെയ്യുക, പല ടൈം പീരീഡിലായിരിക്കും നിൽക്കുക. 1-2 മാസം കൊണ്ട് ക്യൂർ ആവുന്ന ആളുകളുണ്ട്, 1 വർഷം 2 വർഷം എടുത്തിട്ട്. പൃഥ്വിരാജിൻ്റെ വൈഫ് സുപ്രിയ മേനോൻ അവർ പറയുന്നത് 2 വർഷത്തിന് ഇപ്പുറമാണ് അവരൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് അവർ തെറാപ്പി എടുക്കാൻ തുടങ്ങിയെന്നാണ്. അശ്വതി ശ്രീകാന്ത് പറയുന്നത് അവർ 1 വർഷമാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നതെന്നാണ്. അങ്ങനെ പല സ്ത്രീകളും പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ പാർട്ട്നേഴ്സായിട്ട് അവരുടെ ഒപ്പം നിൽക്കേണ്ട ഭർത്താക്കന്മാർ അവരും മനസ്സിലാക്കണം ഇതിങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വലിയ ബോധവൽക്കരണം ഇതിൻ്റെ പുറകിൽ നടക്കേണ്ടതുണ്ട്. ഇനി ഇത് കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ മലയാളിയായിട്ടുള്ളൊരു പെൺകുട്ടി അവളുടെ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവൾ ഏത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം അത്തരമൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്. ആ മാനസികാവസ്ഥയിൽ ഇങ്ങനൊരു കാര്യം ചെയ്തതിന് ശേഷം തിരിച്ചറിവുണ്ടാകുന്ന അവളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പെൺകുട്ടി ഇന്ന് ജീവനോടെയില്ല, അവളുടെ ജീവനും എടുത്തു. എങ്ങനെയാണ് ഒരു മനുഷ്യന് അങ്ങനെ ജീവിക്കാൻ പറ്റുക? സ്വന്തം കുഞ്ഞിനെ താൻ 10 മാസം ചുമന്ന് പ്രസവിച്ചു എന്ന് നമ്മൾ പറയുന്ന ആ സെൻറ്റിമെൻ്റൽ കാര്യങ്ങളും അതിനോടൊപ്പം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ ഒരമ്മ അവളുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി സ്നേഹിക്കാൻ പറ്റാതായി പോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് പോലും വെറുപ്പ് തോന്നുന്ന, തന്നോട് പോലും വെറുപ്പ് തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തുക എന്ന് പറയുന്നത് എത്ര ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അവിടെ നിന്ന് അവർ കരകയറാൻ വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് നൽകുക, അതിനുവേണ്ടി ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആവുക. ഓരോ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും ട്രാൻസ്ജെൻഡറോടൊക്കെ എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാണ്. കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അവളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും എഫേർട്ട് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം കൊടുക്കേണ്ടടുത്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു പെണ്ണ് പെട്ടെന്ന് ഭയങ്കര വയലൻ്റ് ആയിട്ടൊക്കെ പെരുമാറിക്കളയും, ഒന്ന് പറഞ്ഞ് രണ്ടിന് നമ്മളെ കത്തിയെടുത്ത് കുത്തും എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അതങ്ങനെയല്ല. ആ പെൺകുട്ടി ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം, എനിക്കറിയില്ല. അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ പറയട്ടെ. പക്ഷേ അതേ സ്ഥാനത്ത് അവൾ മറ്റൊരു രീതിയിലായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുക. തന്നെ ആക്രമിക്കാൻ വരുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. അവളെ തന്നെ ഉപദ്രവിക്കുന്നത്, കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ മുഴുവൻ ബാധിക്കുന്ന, അവളുടെ കരിയറിനെ ബാധിക്കുന്ന, ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ് തമാശവൽക്കരിക്കുമ്പോൾ പ്ലീസ് മൈ ഡിയർ ഷാരിഖ്, നിങ്ങളിത് തുടങ്ങി വെക്കരുത്. നിങ്ങളെപ്പോലെ കണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാൾ ചെയ്യുമ്പോൾ ഇതിലെ ഹ്യൂമർ വർക്കാവുന്നു എന്ന് തോന്നിയാൽ, റീച്ച് കിട്ടുമെന്ന് തോന്നിയാൽ ഇനി ഒരുപാട് പേരിത് ചെയ്യാൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ ആ സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ അവരവരുടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ അനുഭവിക്കേണ്ടി വന്ന കൺഫ്യൂഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് സാധിക്കുമോ ഒരു കുഞ്ഞ് അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണെന്ന് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ചിന്തിക്കാൻ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണോ? അത് മാത്രമല്ല, വേറെയും ഒരുപാടാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്.
അത്രയധികം ഹോർമോണൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ, അവരുടെ മാനസികാവസ്ഥയിൽ നമ്മൾ തമാശ കണ്ടെത്തരുത്. അത് ഷാരിഖിന് ഫിൽറ്റർ ചെയ്യാമായിരുന്നു. ഇതിനകത്ത് ഹ്യൂമർ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഷാരിഖിന് അത് തിരിച്ചറിയാമായിരുന്നു. ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബ്രാൻഡിന് ഈ വീഡിയോ സബ്മിറ്റ് ചെയ്തപ്പോൾ ബ്രാൻഡ് പറയണമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഇങ്ങനൊരു വേർഡിനെ നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത്. അത്രയേ ഉള്ളൂ. എനിക്ക് ഷാരിഖിനോട് വിരോധമില്ല. ആ കണ്ടൻറ്റിൽ വന്നിട്ടുള്ള ഒരാളെക്കുറിച്ചോ ബ്രാൻഡിനോടോ ഒന്നുമുള്ള വിരോധമല്ല പറയുന്നത്. പക്ഷേ ഈ കണ്ടൻറ്റ് ഇത് കോമഡി ആയിട്ട് പെർസീവ് ചെയ്യിപ്പിക്കരുത് ആളുകളെ കൊണ്ട്. ഒരാൾ പോലും ഇത് എന്താണെന്നറിയോ, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു സ്ത്രീ കാണിക്കുന്ന അവളുടെ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ ഇത് ചുമ്മാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവർക്ക് പോസ്റ്റ്പാർട്ടം അല്ലേ. ഒന്നാമത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലും ചില ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. നമ്മളായിട്ടത് തുടങ്ങി വെക്കരുത്. ഒരിക്കലും അതൊരു തമാശ വാക്കായി മാറാൻ പാടില്ല. മൂഡ് സ്വിങ്സ് ഉപയോഗിക്കപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് പോലെ ഒരു പെൺകുട്ടിയെ കളിയാക്കാൻ വേണ്ടിയിട്ടോ അവളുടെ അവസ്ഥയെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരാളെ മുതലെടുക്കാൻ ഒരു പെൺകുട്ടി ഉപയോഗിക്കുന്ന രീതിയിലോ ഒരു കാരണവശാലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉപയോഗിക്കപ്പെടാൻ പാടില്ല. മൂഡ് സ്വിങ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനിയും ബോധവൽക്കരണങ്ങളൊക്കെ നടത്താം. പക്ഷേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അത് ഒരമ്മയുടെ, ഒരു കുഞ്ഞിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു നാടിൻ്റെ, എല്ലാവരുടെയും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, 1-2 വാർത്തകളെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സമാധാനം ഇന്ന് നഷ്ടപ്പെടും. അത്രയും ഡിപ്രസിംഗ് ആയിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെയാണ്. ഫോറൻസിക് സർജൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയായിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് വേറെ ഒന്നും ഇമോഷണലി എടുക്കാറില്ല. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കയ്യിലേക്ക് വരുമ്പോൾ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുമായി കണക്റ്റായിട്ടുള്ളതാണ് എന്നറിയുമ്പോൾ ആ ഡോക്ടർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ റിയാലിറ്റികളിൽ ഒന്നാണ്. ഇന്ന് ഈ അടുത്ത കാലത്ത് മാത്രം നമ്മുടെയൊക്കെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള, നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ കോമഡി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ വീഡിയോ കാണുന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വാണിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും എന്താണ് കാര്യമെന്നറിയാൻ കണ്ടു തുടങ്ങി ഇവിടെ വരെ എത്തിയിട്ടുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് അമ്മയായിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇത്തരം മാനസികാവസ്ഥകൾ കൊണ്ട് കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അടുത്ത് അമ്മയായിട്ടുള്ള ഒരാളുടെ റിലേറ്റീവോ ഫ്രണ്ടോ വെൽവിഷറോ ആണ് നിങ്ങളെങ്കിൽ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ആ അവസ്ഥയിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഒരു ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ അടുത്ത്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലണം. അത് വളരെ നോർമലാണ്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സ്വാഭാവിക പ്രതിഭാസമാണ്. അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ നമുക്ക് എന്തെങ്കിലും മാറാവ്യാധി വരുന്നതൊന്നുമല്ല. ഇറ്റ്സ് നോർമൽ. പക്ഷേ ആ സിറ്റുവേഷനിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ ഹെൽപ്പ് എത്രയും പെട്ടെന്ന് എടുക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം സുന്ദരമായി സമാധാനമായിട്ട് പോകും. അങ്ങനെ സുന്ദരവും സമാധാനവുമായിട്ടുള്ള ഒരു മാതൃലോകത്തേക്കുള്ള അല്ലെങ്കിൽ അമ്മയാവുന്ന ഒരു ലോകത്തേക്കുള്ള കാൽവെപ്പ് എന്ന് പറയുന്നത്, അതിനുശേഷമുള്ള യാത്ര എന്ന് പറയുന്നത് ഓരോ സ്ത്രീക്കും ഏറ്റവും സുന്ദരവും സമാധാനം നിറഞ്ഞതും ആവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ഡൗട്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ട്രെയിൻഡ് പ്രൊഫഷണലിനെ കാണും. നിങ്ങൾ ഏത് ഗൈനക്കോളജിസ്റ്റിനെയാണോ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറോട് സംസാരിക്കൂ. അവർ നിങ്ങളെ കൃത്യമായ മാർഗ്ഗത്തിൽ എത്തിക്കും. അല്ലാതെ പേടിക്കുക, കൺഫ്യൂസ്ഡ് ആയിരിക്കുക, ആരോട് എന്ത് പറയുമെന്നറിയില്ല, അങ്ങനെ പേടിച്ചിരിക്കരുത്. അങ്ങനെ പേടിച്ചിരിക്കാൻ ചില ആളുകളെ ഇത്തരം വീഡിയോസ്, ഇത്തരം തമാശയാക്കലുകൾ കൊണ്ടെത്തിച്ചേക്കും. പ്ലീസ്, അതുകൊണ്ടാണ് എനിക്ക് ഷാരിഖിനോടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടോ കുഞ്ഞിനോടോ നാട്ടുകാരോടോ ആരോടും ദേഷ്യമില്ല. പക്ഷേ ഇതിങ്ങനെ തുടങ്ങി വെക്കരുത്. ഷാരിഖ് വളരെ പോപ്പുലറായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്. ഇതിനെ തമാശയായി കാണുന്ന കണ്ടൻറ്റ് ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ്റെ ഒരു തീവ്രത എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുക. കുറച്ച് അമ്മമാർ അല്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൂടാതെ ഡോക്ടേഴ്സും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. കൂടുതൽ റിസോഴ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടുന്നതാണ്. പഠിക്കുക, മനസ്സിലാക്കുക. തമാശയായി കാണേണ്ട കാര്യങ്ങളെ മാത്രം നമുക്ക് തമാശയാക്കാം. അല്ലാത്ത കാര്യങ്ങളെ അർഹിക്കുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ അല്ലെങ്കിൽ സീരിയസ്നെസ്സോടുകൂടി മാത്രം ഡീൽ ചെയ്ത് ശീലിക്കാം. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഡെലിവറിയിൽ ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു 1 year പ്ലസ്. സെക്കൻഡിൽ കുറച്ചും കൂടെ മാനേജബിൾ ആയിരുന്നു. ഞാനൊരു സമയത്ത് വീട്ടില് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. മോള് ജനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോളെ നോക്കുക അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യണ്ടായിരുന്നില്ല. ലൈക്ക് ഐ ഡി നോട്ട് ഫീൽ ദാറ്റ്
motherhood was the be all end all. I don't think like that. For me, what was I doing? What was I achieving for myself? What were my goals? What were my dreams? I didn't have anything at that time. That was a period where it was very dark. It was very bleak. For 2 years, it was a big struggle. I had severe postpartum depression and nobody knew it. Nobody understood it. I also didn't understand it. It was only after 2 years when she was around 2.5 or just after 2, I realized that ഇത്രയും ഒരു സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇതാണെന്ന്. It was a clear case, and then I had to seek therapy, and the doctor diagnosed me with clinical depression. എത്ര ഡിവോഴ്സസിൻ്റെ റീസൺ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്ന് അറിയാമോ? എന്നോടൊരു കേസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, മാം, അവൾ നേരത്തെ ആളല്ല, ഇപ്പോൾ അവൾ അഹങ്കാരിയായി, അവൾ കുഞ്ഞിനെ നോക്കത്തില്ല, എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ വയ്യ, എന്തിനാ അവളുടെ കാര്യം പോലും എപ്പോൾ കണ്ടാലും കിടന്നുറങ്ങിയാൽ മതി, ചിലപ്പോൾ രാത്രി മുഴുവൻ ഈ കുഞ്ഞ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, കുഞ്ഞിനെ കയറി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ പോയിട്ട്, ഇനി അതുമാത്രമല്ല, ഇവൻ്റെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു മെഡിക്കേഷൻ കൊടുക്കാൻ വില്ലിങ് അല്ല. എത്ര അമ്മമാർ സൂയിസൈഡ് ചെയ്യുന്നു, എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ പോകുന്നു. ഇനി സൂയിസൈഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ ജീവൻ പോകുന്നതും വാർത്തകളാവും. ഇതല്ലാതെ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് ഒരുപാട് കൂടി വരും. സുന്ദരി വാവയായിരുന്നു കേട്ടോ, തല നിറച്ച് മുടിയും നുണക്കുഴിയൊക്കെ ഉള്ള നല്ലൊരു വാവയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നതാണോ എന്തോ, ഈ കൈ നോക്കിയിട്ട് ഇത് വെച്ചാണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് നോക്കി